പെറ്റമ്മയും പിറന്ന നാടും അതുപോലെ തന്നെയാണ് നമുക്ക് അന്നം തരുന്ന നാടും അല്ലേ. ആ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. കാർഡ്ബോർഡിൽ ചെയ്യുന്ന ഒരു മിനിയേച്ചർ മക്കയാണ് ചെയ്യുന്നത്. മക്ക സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. മക്കയുടെ മിനിയേച്ചർ ചെയ്യാൻ ഇതേപോലെ ഒരു ബോക്സ് എടുക്കുക. അതിൻ്റെ ഈ രണ്ട് സൈഡ് ഇതും കട്ട് ചെയ്ത് കളയുക. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് സൈഡും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇതും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ള പേപ്പർ ഈ സൈഡുകളിലായിട്ടും ഈ നടുക്ക് സൈഡിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മൾ പേപ്പറുകൾ 4 സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ വെള്ള പേപ്പർ 4 സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കറുത്ത പേപ്പർ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ വാതിലിൻ്റെ ഷേപ്പിൽ ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഞാനത് കറുത്ത പേപ്പറിൽ ഇതേപോലെ കുറച്ച് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡുകളിൽ ഇതേപോലെ വരുന്ന ഈ മുകളിലത്തെ സൈഡിലും താഴത്തെ സൈഡിലുമായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്നാമത്തെ റൗണ്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് രണ്ടാമതും കൂടെ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. പക്ഷേ ഇതിൽ നിന്ന് കുറച്ചുകൂടെ വലിപ്പം കൂടിയത് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ആദ്യമേ ഇതേപോലെ ഒരു കറുത്ത പേപ്പറിൽ വരച്ചെടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഓർമ്മ വരുന്ന ആ ഡയലോഗാണല്ലേ, സൗദി അറേബ്യയാണ് നാട്, ശരിയത്താണ് കോടതി. അന്ന് അതൊരു വെറും ഡയലോഗായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഓർക്കുന്നുണ്ട്. നമ്മൾ ഈ മലയാളികളിൽ ഏകദേശം 90% പേരും ആഗ്രഹിക്കുന്നുണ്ട് ഈ നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമെന്നല്ലേ. ഈ മക്കയ്ക്ക് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. പിന്നൊരു കാര്യം, ഒരു മതവും ഒരു മതത്തിനും മുകളിലല്ല. ഏത് മതമാണെങ്കിലും നമ്മൾ വന്നിച്ചില്ലേലും ആ മതത്തെ ഒരിക്കലും നിന്ദിക്കരുത്. ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഗോപുരം വരുന്നുണ്ട്. ആ ഗോപുരത്തിന് നമ്മൾ ബൈൻഡ് എടുത്തിട്ട് ചുരുട്ടി അതിൻ്റെ മുകളിൽ വെള്ള പേപ്പർ ഒട്ടിച്ചിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഒരു വിൻഡോയുടെ ഷേപ്പിൽ ഇതേപോലെ ത്രികോണാകൃതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ 2 ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ നമ്മൾ 2 ഗോപുരം 2 സൈഡിലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചതുരത്തിൽ ഇരിക്കുന്ന ഒരു ബോക്സ് എടുക്കാം. ബോക്സ് എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് കറുത്ത പേപ്പർ കൊണ്ട് ഇത് ഫുള്ളുമായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ ഈ ബോക്സ് നല്ലതുപോലെ ബ്ലാക്ക് കളറിൽ പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം. ഇതിനെയാണ് പറയുന്നത് കാബ എന്ന് പറയുന്നത്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന ഈ കാബയുടെ ഭാഗത്തോട്ട് തിരിഞ്ഞാണ്. ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഗോൾഡൻ കളറിൽ ഇതിൻ്റെ ചുറ്റും നമുക്ക് നീളത്തിൽ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇവിടെ ഇതേപോലെ ഒരു ചതുരത്തിലുള്ള പീസ് എടുക്കാം. അത് നമ്മുടെ ഈ സെൻട്രൽ ഭാഗത്തിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ ഒരു കതവ് വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുക. വെട്ടിയെടുത്തിട്ട് ഈ സെൻട്രൽ ഭാഗത്തിൻ്റെ ഈ സൈഡിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മൾ ഫുള്ളായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡോറ് വന്നിട്ടുണ്ട്.
ഇവിടെ ഇങ്ങനെ റൗണ്ടിലൊരു സാധനം വന്നിട്ടുണ്ട്. അതെന്തുവാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ ബാക്കിൽ ചെറിയൊരു പൈപ്പ് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം, ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഗോപുരത്തിന് ചെറിയൊരു ആർച്ച് പോലെ നമുക്ക് ചെയ്തു കൊടുക്കണം. അതിനു മുമ്പിട്ട് ഞാൻ മക്കയുടെ ചെറിയൊരു ബ്രീഫായിട്ട് മക്കയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ കഥ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ആദത്തെയും ഹവ്വയുടെ മറ്റൊരു പേരാണ് ഈവ്. ഈവിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോഴാണ് ഈ കഥ തുടങ്ങുന്നത്. ഈ ആദം ഇത് വന്ന് വീഴുന്നത് കിഴക്കുള്ളൊരു സ്ഥലത്തും, മക്കയുടെ കിഴക്കുള്ളൊരു സ്ഥലത്താണ്. ഹവ്വ വന്ന് വീഴുന്നത് മക്കയിലുമാണ്. അവർ പരസ്പരം കണ്ടുപിടിക്കാൻ ഒരുപാട് അലഞ്ഞു. അവസാന വർഷങ്ങൾക്ക് ശേഷം അവർ അറാഫത്ത് എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അവർ രണ്ടുപേരും മലയുടെ മുകളിൽ നിന്ന് താഴെ വന്ന് അവിടെ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യർ ഭൂമിയിൽ ആദ്യമായി ദൈവത്തോട് പ്രാർത്ഥിച്ചത് അവിടെ നിന്നാണ്. അവർ രണ്ടുപേരും ആദോ ഹവ്വ ആ സ്ഥലം അവിടെ മാർക്ക് ചെയ്തു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എബ്രഹാമും അവൻ്റെ പുത്രനും കൂടി അതുവഴി വരികയും ആ സ്ഥലം കണ്ടുപിടിക്കുകയും അവിടെ ഒരു ആരാധനാലയം പണിയാനും തീരുമാനിച്ചു. അവിടെ അവർ സ്ക്വയർ രൂപത്തിലുള്ള ഒരു പള്ളി പണിതു. ഇതേപോലെ സ്ക്വയർ രൂപത്തിലുള്ള ഒരു പള്ളി പണിതു. അവസാനം ഒരു കല്ലിൻ്റെ കുറവ് വന്നു. ഒരുപാട് അലഞ്ഞിട്ടും ആ ഒരു കല്ല് കിട്ടിയില്ല. അവസാനം സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ മാലാഖ ഒരു കല്ല് കൊടുത്ത്. ആ കല്ലിന് തൂവള്ള നിറമായിരുന്നു, നല്ല തൂവള്ള നിറമായിരുന്നു. നമ്മുടെ മനുഷ്യരുടെ പാപം മൂലം ആ കല്ല് കറുത്തുപോയെന്നാണ് പറയുന്നത്. ആ കല്ലിനെയാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഗബ്രിയേൽ മാലാഖ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന കല്ലാണിത്. ആ കല്ല് തൂവള്ള നിറമായിരുന്നു. മനുഷ്യരുടെ പാപം നിമിത്തം ആ കല്ല് കറുത്തുപോയെന്നാണ് പറയപ്പെടുന്നത്. ഇതേപോലെ ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.